പ്രിയമുള്ളവരെ, ഗുരുവായൂർ ദേവസ്വത്തിലെ പുന്നത്തൂർ ആനക്കോട്ടയിൽ കഴിഞ്ഞ 34 വർഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ആനകളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആന ചികിത്സ, ഗജ ചികിത്സയുടെ പരിപാടികൾ ഈ വർഷവും വളരെ സമുചിതമായ രീതിയിൽ തന്നെ ഇവിടെ നടത്തുവാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. 38 ആനകളാണ് ഇപ്പോഴ് ഗുരുവായൂർ ആനക്കോട്ടയിൽ ഉള്ളത്. അതിൽ 12 ആനകൾ മതപ്പാടിലായതുകൊണ്ട് അവയെ നമുക്ക് ഈ ആഘോഷത്തിൽ പങ്കെടുപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. 26 ആനകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഈ 26 ആനകൾക്കും ഇനി വരുന്ന ഒരു മാസക്കാലം ജൂലൈ 31 വരെയുള്ള ദിവസങ്ങളിൽ സ്ഥിരമായി ഡോക്ടർമാർ വന്ന് അവയെ പരിശോധിക്കുന്നു. അവയ്ക്ക് വേണ്ടതായിരിക്കുന്ന ഏതൊക്കെ രീതിയിലുള്ള പരിചരണങ്ങളാണ് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നൽകുന്നു. വിശേഷപ്പെട്ട രീതിയിൽ ഔഷധ മൂല്യമുള്ളതായിരിക്കുന്ന ഭക്ഷണം നൽകുന്നു. ഇങ്ങനെ ഒരു മാസക്കാലത്തെ ചികിത്സയാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിനകം 11 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി ഗുരുവായൂർ ദേവസ്വം നീക്കിവെച്ചിട്ടുള്ളത്. എല്ലാ വർഷവും ആനകളുടെ പരിപാലനത്തിന് വേണ്ടി ഇത്രയും വലിയ ഒരു തുക ഒരു മാസക്കാലത്തെ പരിചരണത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന മറ്റേതെങ്കിലും ആനസങ്കേതമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. കാരണം ആനകൾ ഗുരുവായൂരപ്പൻ്റെ സ്വകാര്യ സ്വത്താണ്. അതിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ളതായിരിക്കുന്ന ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് ഗുരുവായൂരപ്പൻ്റെയോ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയോ താല്പര്യമല്ല. അത് ആനകളുടെ പരിപാലനം, ഇവിടെ നടയിരുത്തപ്പെടുന്ന ആനകളുടെ പരിപാലനം തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷത. ഒരുപക്ഷെ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വർഷക്കാലം കൊണ്ട് ഗുരുവായൂർ ആനക്കോട്ടയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് കാണാൻ കഴിയും. ആനകൾക്ക് നടക്കാനുള്ള പാതകളൊക്കെ ടൈല് വിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ആനയുടെ തറികളൊക്കെ ഓരോ ആനകൾക്കും ഏത് രീതിയിലാണ്, ചില ആനകൾക്ക് റബ്ബറൈസ് ചെയ്തിട്ടുള്ള തറികളാണ്, ചിലതിന് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള തറികളാണ്. ഇങ്ങനെ ഓരോ ആനകളുടെയും ആരോഗ്യസ്ഥിതി പരിഗണിച്ച് ഡോക്ടർമാർ, എക്സ്പെർട്ട് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും ഒരു കാഴ്ചയുടെ വിരുന്നൊരുക്കിയിട്ട് ഈ ആനത്താവളത്തിലുള്ള കുളത്തിൽ ആനകളുടെ നീരാട്ട് എല്ലാ ദിവസവും രാവിലെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അത് വളരെ അഭൂതപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ എത്തിച്ചേരുന്ന സന്ദർശകരെ സംബന്ധിച്ചിടത്തോളം. ഈ രീതിയിലൊക്കെ ആനകൾക്ക് എന്തൊക്കെയാണോ ആനകളുടെ ആരോഗ്യ പരിപാലനത്തിന് ഉതകുന്നത് ആ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കുന്നുണ്ട്. ആനകൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് തെക്കേപ്പറമ്പിൽ നമ്മളൊരു ആനയ്ക്ക് നടക്കാനുള്ളൊരു വീഥി ഒരുക്കിയിട്ടുണ്ട്. ഒരു 3 കിലോമീറ്ററോളം ദൂരം എല്ലാ ദിവസവും ഇതിനകത്ത് തന്നെ ആനയ്ക്ക് നടക്കാൻ പറ്റും. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇവിടെ ഒരു വിദഗ്ധ സമിതിയുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരാണ് ഈ വിദഗ്ധ സമിതിയിൽ ഉള്ളത്. അലോപ്പതിയും ആയുർവേദവും കൂടിക്കലർന്ന അങ്ങനെയുള്ള ഒരു ചികിത്സാ രീതിയാണ് നമ്മൾ ആനകളുടെ രോഗനിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഇവിടെ അനുശീലിച്ച് വരുന്നത്. വളരെ നല്ല രീതിയിൽ ഓരോ ആനയെയും ഡോക്ടർ, എക്സ്പെർട്ട് കമ്മിറ്റിയിലുള്ള വിദഗ്ധർ വരുന്നു, പരിശോധിക്കുന്നു. ഇന്നതാണ് ആനകൾക്ക് വിഷമം ഉണ്ടാക്കുന്നത്, ഇന്ന രോഗമുണ്ടെന്ന് നിർണയിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ട ചികിത്സ അവർ കൂടിയിരുന്ന് ആലോചിച്ച് ആയുർവേദ ഡോക്ടർമാരും അവരുടേതായ രീതിയിൽ മരുന്നുകൾ നിർദ്ദേശിക്കുന്നു. ഇതൊക്കെ സമഞ്ജസമായിട്ട് ആനകളിൽ പ്രയോഗിക്കുന്നു. അതുതന്നെയാണ് ഗുരുവായൂരിലെ ആനകളുടെ ഈ ആരോഗ്യ പരിപാലനത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യവും. ഇന്നത്തെ പത്രത്തിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പോഴും നന്ദൻ തന്നെയാണ് തൂക്കത്തിൻ്റെ കാര്യത്തിൽ